ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിയോ ചേട്ടനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പുരുകമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ജിയോ ചേട്ടൻ്റെ പുരുകം കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള പുരുകം വരച്ചു. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആ പുരുകം കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടായിട്ട് വരച്ചു. എത്രമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് നല്ലപോലെ വരയ്ക്കാൻ. ഓക്കെ, ഇനി ഞാൻ കണ്ണും വരച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലുള്ള കണ്ണ് വരച്ചു, ആ ഷേപ്പ് വരച്ചു. അപ്പം സ്വന്തമായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ മലയാളിയാണ് ജിയോ ചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ജിയോ ചേട്ടൻ തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ കണ്ണും വരച്ചു, നമ്മൾ കൃഷ്ണമണിയും വരച്ചു, നടുക്ക് കറക്റ്റായിട്ട് തന്നെ വരച്ചു. അപ്പോൾ നിങ്ങളും ശ്രമിച്ചാൽ ഇതുപോലെ നിങ്ങൾക്കും ജിയോ ചേട്ടനെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ മൂക്കാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ മൂക്കിൻ്റെ ഭാഗം ഞാൻ പടത്തിൽ കണ്ടിരിക്കുമ്പോൾ തന്നെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. എത്രമാത്രം ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ശരിയാവുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൂക്ക് വരച്ചു. ഇനി നമ്മൾ താടിയുടെ പോർഷൻ വരയ്ക്കാനായിട്ട് ഞാനൊരു കർവ് വരച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞു, ആ കർവും വരച്ചു. നമ്മൾ ആ ചുണ്ടിൻ്റെ ആ ചെറിയൊരു പോർഷൻ വരച്ചു. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ താടിയുടെ പോർഷൻ മുകളിലോട്ട് വരച്ചു. അപ്പോൾ ജിയോ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താടി തന്നെയാണ്. താടി വളരെ മനോഹരമായിട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ആ ഹെഡ് പോർഷൻ കറക്റ്റായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതും വരച്ചു. ഓക്കെ, അപ്പോൾ ഹെഡ് പോർഷൻ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ താടിയുടെ റൈറ്റ് പോർഷനും കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചെവിയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചെവി ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് വരച്ചത്. കുറച്ച് പാട് വിട്ടു വന്നാലും ഇതുപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം പടത്തിൻ്റെ ബേസ് റെഡിയായി. ഇനി നമ്മൾ ഹെയർ പോർഷൻ വരയ്ക്കാൻ പോകുന്നു. ഹെയർ പോർഷനും ഈ പടത്തിൽ കിടന്ന പോലെ വരയ്ക്കുന്നു. ഇനി നമ്മൾ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ, ആ ഹെയറിൻ്റെ പോർഷൻ മുകളിലോട്ടും കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പോൾ അതും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ താഴോട്ടുള്ള ആ താടിയുടെ പോർഷൻ വരച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആരും ഇമ്പോർട്ടൻ്റ് ചാനൽ നിങ്ങൾ എന്തായാലും എല്ലാവരും കാണുന്ന ചാനലായിരിക്കും. മലയാളികളാണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചാനലായിരിക്കും. നല്ലൊരു ചാനലാണ്. ഏതായാലും കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഇത് കാണുന്നെങ്കിൽ കയറി നോക്കുക. അടിപൊളി ചാനലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും വരച്ചു, താടിയും വരച്ചു. ഇനി നെക്കിലെ പോർഷനും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതും നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഷോൾഡർ പോർഷൻ. ഓക്കെ, അതും നമ്മൾ വരച്ചു. അപ്പം ഏകദേശം ജിയോ ചേട്ടനായെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, കറക്റ്റ് റൈറ്റ് സൈഡും ഷോൾഡർ പോർഷനും എല്ലാം വരച്ചു. ഇനി നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ബ്ലാക്ക് കളർ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അവിടെ എല്ലാം ഞാൻ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ ഏകദേശം ജിയോ ചേട്ടനായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആ കണ്ണിൻ്റെ പോർഷനും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ജിയോ ചേട്ടനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി ഞാൻ അതിനെ കളർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കളർ അടിച്ചു, ആ ഷെയ്ഡും കൊടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്തു, ഷെയ്ഡ് കൊടുത്തു. ഇപ്പോൾ ജിയോ ചേട്ടനായെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നിങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക ഇത് ജിയോ ചേട്ടനായോ ഇല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മറ്റൊരു കിടിലൻ ഡിസൈനുമായിട്ടും അല്ലെങ്കിൽ മറ്റൊരു ആളുടെ പടവുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.